ഹലോ, ഗുഡ് മോർണിംഗ്. ഓരോ മോർണിംഗും ഒരു ഗിഫ്റ്റ് പോലെയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കത് സന്തോഷത്തോടു കൂടി അൺറാപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് നമുക്ക് ചെറിയൊരു പുഞ്ചിരിയോടുകൂടിയും നന്ദിയോടുകൂടിയൊക്കെ തുടങ്ങാം അല്ലേ? രാവിലെ തന്നെ മോൾക്ക് പോകേണ്ടതുകൊണ്ട് നമ്മളിവിടെ നേരത്തെ തന്നെ എഴുന്നേക്കും. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ മോളിന്ന് കൊണ്ടുപോയത് ദോശയും ചട്നിയായിരുന്നേ. അപ്പോൾ മോളെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവൾക്കത് കൊടുത്തു വിടാൻ തരുന്നത് അവൾ അതിനുള്ള മസാല കഴിക്കത്തില്ല, ചട്നിയാണ് ഇഷ്ടം. അപ്പോൾ ദോശയും ചട്നിയും കൊടുത്തു. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ടൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് കടുക് ഉഴുന്ന് പൊട്ടിച്ച് എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുകയാണ്. ഇതിനിടയിൽ മഞ്ഞൾ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഉള്ളിയിൽ. അപ്പോൾ മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, വളരെ കുറച്ച്. ഇത്ര പൊടികളെ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മസാല നല്ല സൂപ്പറായിരുന്നേ. ഇനി എന്ന പരിപാടി നമ്മുടെ മസാല ദോശയ്ക്കുള്ള ദോശ ഉണ്ടാക്കലാണ്. അതിനിടയിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ വിശക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മസാല ദോശ ഉണ്ടാക്കാനുള്ളൊരു സമയം എൻ്റെ വയറിനില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ നേരത്തെ എന്ത് ചെയ്തു, ഒരു കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കുടിച്ച് നമ്മുടെ വിശപ്പിനൊന്ന് ശമിപ്പിച്ച് വെച്ചിട്ടാണ് ഈ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നത്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ ദോശയെ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മറച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മസാലയില്ലേ, ഉരുളക്കിഴങ്ങ് മസാല അതും കൂടി ഇട്ട് നമ്മൾ മടക്കിയെടുക്കുകയാണ്. അങ്ങനെ 2-3 ദോശ ചുട്ടു. പിന്നെ ഒരു മുട്ട, പിന്നെ രാവിലെ മോൾക്കുണ്ടാക്കിയ ഒരു ചട്നി ഇല്ലായിരുന്നേ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 മസാല ദോശയൊക്കെ ചുട്ട് നമ്മളത് കഴിക്കാനിരുന്നു. നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു, വെറുതെ പറയല്ല, നല്ല സൂപ്പറായിരുന്നു അതിൽ മസാല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.